ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NS2 ടെക്. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെയാണ് എനിക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ വന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ അത് കാണിച്ചു തരാം. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ യൂട്യൂബ് ചാനലുള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം? ഇത് നമ്മൾ ചിലർക്ക് പേടിയാണ് ഇത് അപ്ലൈ ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ തെറ്റിപ്പോയാലെന്ന് കുറേ ആളിങ്ങനെ പേടിച്ചിട്ട് അത് അപ്ലൈ ചെയ്യാതെ ഇങ്ങനെ വെക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം 1000 സബ്സ്ക്രൈബേഴ്സും 4000 അവേഴ്സ് വാച്ച് ടൈമും ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ മോണിറ്റൈസേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ യൂട്യൂബേഴ്സിനെ കുറച്ച് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോ. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താല്പര്യം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് ഓപ്പൺ ആക്കുമ്പോൾ മോണിറ്റൈസേഷൻ്റെ അവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ അപ്ലൈ ആവുമെന്ന് കാണാൻ സാധിക്കും. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ഇത് സ്റ്റാർട്ട് എന്ന് നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇങ്ങനത്തെ 3 ഓപ്ഷനായിരിക്കും കാണുന്നത്. അതിലത്തെ ഒന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ വായിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. ജസ്റ്റ് വായിച്ചതിന് ശേഷം നമുക്ക് അവിടെ താഴെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കണം. എന്നിട്ട് നമ്മളവിടെ അക്സെപ്റ്റ് കൊടുക്കണം. അക്സെപ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ടൈം എടുത്തതിന് ശേഷം നമുക്കത് ഡണ്ണായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അധിക സമയമൊന്നും വേണ്ട. ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് വരുന്നതായിരിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും ഒന്നാമത്തെ ഇത് ഡണ്ണായിട്ടുണ്ട്, ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്നിട്ട് ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കവിടെ കാണാൻ സാധിക്കും രണ്ടാമത്തെ 2 സ്റ്റെപ്പ്. എന്നിട്ട് നമ്മളവിടെ കൊടുക്കുക. നമ്മൾ അവിടെ കൊടുത്തതിന് ശേഷം നമുക്ക് വേറെ അക്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇല്ലയെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക. എന്നിട്ട് അത് കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പേജിലേക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. എന്നിട്ട് നമ്മളുടെ ഏത് ഇമെയിൽ ID ആണോ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ അതവിടെ കൊടുക്കുക. ഇനി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇമെയിൽ ID അവിടെ കൊടുത്തിരിക്കുകയാണ്. യൂട്യൂബ് ചാനലിൻ്റെ ഇമെയിൽ ID കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഇമെയിൽ IDൻ്റെ URL നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ URL കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. നമ്മൾ ആഡ്സെൻസിൻ്റെ ഇതൊക്കെ വേണമെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മളുടെ കൺട്രി, നമ്മളുടെ ഏതാണോ നമ്മളുടെ കൺട്രി അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറേ കൺട്രി ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഇന്ത്യയാണ്, നിങ്ങളുടെ കൺട്രി ഇന്ത്യ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് കൊടുക്കുക. നിങ്ങൾ പുറമേ ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഏത് കൺട്രിയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനെല്ലാം ഇപ്പോൾ കറക്റ്റ് ഇതാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വായിച്ചെടുക്കാനുണ്ട്. ഇതെന്തായാലും നിങ്ങളൊന്ന് വായിച്ച് നോക്കണം, അല്ലാതെ നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മൊത്തം വായിക്കാത്തത്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾ അത് ഫുള്ളൊന്ന് വായിച്ചതിന് ശേഷം നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതൊന്ന് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം അത് ബ്ലൂ കളർ ആവണം. ഫുൾ ബ്ലൂ ആയിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളുടെ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ആവുന്നതായിട്ട്. നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ടാണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് ലോഡായി വരുന്നതായിട്ട്. എന്നിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും കസ്റ്റമർ ഇൻഫർമേഷൻ എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിവിടെ ലോഡായി വരുന്നത് കുറച്ച് താമസം എടുക്കും. എന്നിട്ട് നമ്മളവിടെ ലോഡാവുന്ന വരെ വെയിറ്റ് ചെയ്യണം. നമുക്കിവിടെ കാണാൻ സാധിക്കും അത് ലോഡാവുന്നതായിട്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ നമ്മളുടെ IDയും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കവിടെ ക്രിയേറ്റ് പ്രൊഫൈൽ എന്ന് കാണാൻ സാധിക്കും. നമുക്കവിടെ ക്രിയേറ്റ് പ്രൊഫൈലിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ പേര് നെയിം അടിച്ച് കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ നെയിം, അതിനുശേഷം നമ്മളുടെ അഡ്രസ്സ്, ഫസ്റ്റ് അഡ്രസ്സ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ എൻ്റെ അഡ്രസ്സ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അഡ്രസ്സ് എല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾ നോക്കി ചെയ്താൽ മതി. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്.